വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ രേഷ്മയ്ക്കാണെങ്കിൽ ആ ഒരു ഹൃദയം മാറ്റിവെച്ച ആ ഒരു കേസിൻ്റെ ഫയലാണെങ്കിൽ കിട്ടുന്നുണ്ട്. രമണി നേഴ്സാണെങ്കിൽ ഫയൽ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ആദ്യത്തെ ഫോട്ടോ ഹൃദയം കൊടുത്ത ആളിൻ്റെയും രണ്ടാമത്തേത് ഹൃദയം സ്വീകരിച്ച ആളിൻ്റെയും ഫോട്ടോയാണെന്ന് പറഞ്ഞ് അടങ്ങുന്ന ഒരു ഫയലാണെങ്കിൽ കൊടുക്കുകയാണ്. തുടർന്ന് രേഷ്മ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ആ ഒരു ശിവൻ്റെ ഫോട്ടോയാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇയാൾക്കാണ് വിഷ്ണുവിൻ്റെ ഹൃദയം കൊടുത്തത് എന്നിങ്ങനെ പറഞ്ഞ് രേഷ്മയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിന്ന് ആ ഫോട്ടോ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മനസ്സിൽ പറയുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ അവിടെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ശിവനെ രേഷ്മ കാണുന്നുമില്ല. പക്ഷേ രേഷ്മയെ ശിവനാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ ഫോട്ടോയിൽ നോക്കി നിൽക്കുന്ന രേഷ്മയെ ആ ബൈക്കിലിരുന്ന് ബുള്ളറ്റിലിരുന്നു കൊണ്ട് തന്നെ ശിവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രേഷ്മയാണെങ്കിൽ നേരെ കുടുംബശ്രീ വീട്ടിലേക്കാണ് വരുന്നത്. ആ ഒരു ഫയലൊക്കെ ആയിട്ട് കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അന്നേരം അവിടെ ശാലിനിയില്ല. ശാരദാമ്മയും ശാരികയും ശ്യാമയും മാത്രമാണുള്ളത്. രേഷ്മയും കൊണ്ട് ശാരദാമ്മയാണെങ്കിൽ നേരെ ആ ഒരു മുറിയിലേക്ക് തന്നെയാണ് പോകുന്നത്. വിഷ്ണുവിൻ്റെ ചിതാഭസ്മമൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മുറിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് അകത്ത് നിന്നും വാതിൽ കുറ്റിയിടുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇതൊക്കെ ഈ ശ്യാമയും ശാരികയും ശ്രദ്ധിക്കുന്നുണ്ട്. അവരെന്താണ് സംഭവം, ഇതാരാണ്, എന്തിനാണ് വന്നത് എന്നൊക്കെ അറിയാനായിട്ട് അവർ വാതിൽക്കൽ തന്നെ അവർ പോയി നിൽക്കുകയാണ്. പക്ഷേ അകത്താണെങ്കിലും അവരത് അറിയുന്നില്ല. ഇവർ പുറത്ത് നിൽക്കുന്നു കേൾക്കുന്നു എന്നുള്ളത് അറിയുന്നില്ല. പക്ഷേ സംസാരം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. വാതിൽക്കൽ നിൽക്കുന്നതായിട്ടേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം രേഷ്മയാണെങ്കിൽ ശാരദാമ്മയോട് പറയുന്നുണ്ട്, വിഷ്ണു മരണം നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു ശാരദാമ്മയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫയൽ ഇങ്ങനെ കൊടുക്കുകയാണ്. വിഷ്ണുവിൻ്റെ ഹൃദയം തുടിക്കുന്നത് ഈ ഒരു ശരീരത്താണ് എന്നിങ്ങനെ പറഞ്ഞ് ആ ഒരു ഫയൽ കൊടുക്കുന്നുണ്ട്. ഇയാൾക്കാണ് കൊടുത്തത് എന്ന് പറഞ്ഞ് ഫോട്ടോയും കാണിക്കുകയാണ്. അന്നേരം ആ ഫയലിൽ നിന്നും ശാരദാമ്മയാണെങ്കിൽ ആ ഫോട്ടോ കാണുമ്പോൾ, ശിവൻ്റെ ഫോട്ടോ കാണുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ സത്യഭാമ നിന്ന് ആകെ കരയുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് രാഘവൻ നായരുടെ ആ ഒരു ബഹളം കൊണ്ടായിരിക്കണം. ഇറങ്ങിപ്പോവുകയോ ഇനി വിഷ്ണുവിനെ കാണണമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുന്നതോ ഒന്ന് ആയിരിക്കണം. ശാലിനി ഓടി ഇങ്ങനെ അകത്തേക്ക് വരുന്നതും കാണിക്കുന്നുണ്ട്. പക്ഷേ അത് സത്യഭാമയുടെ വീട്ടിലോട്ടാണോ ശാരദാമ്മയുടെ വീട്ടിലോട്ടാണോ എന്ന് ക്ലിയർ ആവുന്നില്ല. പക്ഷേ ഇവിടെ ശാരദാമ്മ അറിയുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ശാരദാമ്മയാണെങ്കിൽ വാതിൽ തുറക്കുമ്പോൾ ഈ ശാരികയും ശ്യാമയും കൂടി ഇങ്ങനെ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അകത്ത് രേഷ്മയെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ശാലിനി കൂടെ ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. അതിനെ ശാലിനി അറിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ശാരദാമ്മ അറിയുന്നുണ്ട് ശിവനിലാണ് വിഷ്ണുവിൻ്റെ ഹൃദയം തുടിക്കുന്നത് എന്നുള്ളത് അവിടെ അറിയുകയാണ് ചെയ്യുന്നത്. ഇനി ശാരദാമ്മ പിന്നെ ശാലിനിയോട് പറയുമോ ഇല്ലയോ എന്നുള്ളതാണ്. ശാലിനി അറിയുമോ എന്നുള്ളതുമാണ് നമുക്കറിയാം. മിക്കവാറും ശാരദാമ്മ ശാലിനിയോട് പറയുമായിരിക്കും. അങ്ങനെ വീണ്ടും ശിവനെ തിരിച്ച് ജോലിയിലെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ശാലിനി തന്നെ സത്യഭാമയോട് പറഞ്ഞ് ചിലപ്പോൾ തിരിച്ചെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ആ ഒരു വിഷ്ണുവിൻ്റെ ഹൃദയം ശിവൻ്റെ ശരീരത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു ചെറിയൊരു സിമ്പതി അങ്ങനെ എന്തെങ്കിലും തോന്നാനായിരിക്കും സാധ്യത. ശാലിനി ഇനി ആ കുട്ടികളെ ശിവൻ കൊണ്ടുപോകുന്നതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുമോ അതോ ഇനി എന്താകും എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ അറിയാം. എന്തായാലും ഇവിടെ ആ ഒരു സത്യം വെളിവാകുന്നുണ്ട്. ശാരദാമ്മ അറിയുന്നുണ്ട്. ശാലിനി അറിയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.